സർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്ത് ബേസിക്കലി ഒരുപാട് കറക്റ്റ്നെസ് ഉള്ളൊരു കാലഘട്ടമാണല്ലോ. അപ്പം ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എസ്പെഷ്യലി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം അതൊക്കെ ഒരു ആസ് എ റൈറ്റർ, ആസ് എ ഡയറക്ടർ, നിങ്ങൾ രണ്ടുപേരും റൈറ്റേഴ്സ് തന്നെയാണ്. അപ്പം ആസ് എ റൈറ്റർ അത് എപ്പോഴെങ്കിലും അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അതൊരു തടയിടുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രസമെന്നറിയോ പറഞ്ഞ സത്യമാണ് ഞാൻ പറയുന്നത്. സംശയം ഉണ്ട്. എൻ്റെ മക്കളോട് ചോദിച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാന്ന് എനിക്കറിയാൻ മേല. അത് പലരും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ചെറുതായിട്ട് ഞാൻ ഊഹിക്കുക തുടങ്ങി ഓർത്തു അത് കൂടുതൽ പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ വേണ്ട. അറിഞ്ഞാലല്ലേ ഇത് വെച്ചാലുള്ള പ്രശ്നമുള്ളൂ. എനിക്കറിയാൻ മേല. അപ്പം പിള്ളേർ എൻ്റെ സിനിമയിൽ ഏതോ ഒരിക്കൽ ഇങ്ങനെ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം നല്ല ഈ പൊളിറ്റിക്കൽ കറക്റ്റ് അപ്പം അവർ തമ്മിൽ പറ്റും അല്ല അതെങ്ങനെയൊക്കെ തോന്നിയെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏതാണ്ടൊരു ചെറിയൊരു ഐഡിയ കിട്ടി. പക്ഷെ എനിക്കത് കൂടുതൽ ഫർദർ അറിയാൻ താല്പര്യമില്ല. എനിക്കറിയാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്ന കഥ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ തയ്യാറല്ല. അത് പഠിച്ചിട്ട് ഞാൻ എൻ്റെതായ രീതി എഴുത്തും. അന്ന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്നേരം വഴിക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. അപ്പം സാർ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇപ്പം വായിക്കാനൊക്കെ കൊടുക്കുമ്പം അങ്ങനത്തെയൊക്കെ ഫീഡ്ബാക്സ് വരാറുണ്ടായിരുന്നോ? എൻ്റെ ഇതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരാത്തതുകൊണ്ടായിരിക്കും ഇന്നേവരെ ആരും അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല, എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ദിനുവിനെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് എന്താ പറയാ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട് എഴുത്തുകളിൽ. ഞാൻ പരമാവധി ലൈക്ക് സോഷ്യലി റെസ്പോൺസിബിൾ ആവാൻ നോക്കാറുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ സാർ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു കഥാപാത്രം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ ആ കഥാപാത്രത്തെ ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് തന്നെ എഴുതും. ലൈക്ക് ആൾ ഗ്ലോറിഫൈ ചെയ്തിട്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ എഴുതുക എന്ന് മാത്രം. പക്ഷെ പൊളിറ്റിക്കലി എൻ്റെ കഥാപാത്രം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ ഞാനത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് തന്നെ. എനിക്ക് അതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, ഈ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇതിന്റെ റിഫ്ലക്ഷനാണ് സിനിമ. മനസ്സിലായോ? നമ്മൾ അതിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അതിനകത്ത് നല്ലതും ചീത്തയുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ലതിനെ മാത്രം എടുത്ത് ഗ്ലോറിഫൈ അങ്ങനെയല്ല. അത് നല്ലതുണ്ട്, നല്ലതും കാണിക്കണം, ചീത്ത കാണിക്കണം. പക്ഷെ അത് കാണിക്കുന്ന രീതിക്ക് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയാം, റേപ്പ് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിന് അത് അലോസരം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ നേര് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഗതികേട് കൊണ്ട് ആ സിനിമയുടെ ഒരു രീതി വെച്ചിട്ട് റേപ്പ് അവിടെ കാണിച്ചേ പറ്റൂ. കാരണം ആ ഒരു പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ എന്ത് കഷ്ടപ്പെട്ടത് ഷൂട്ട് ചെയ്തെന്നറിയോ അതിന് മുമ്പ് ഇത് ചെയ്ത്. അപ്പം ഇവിടെ നല്ലതും ചീത്തയുമായി സൊസൈറ്റിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സിനിമയെ കാണിക്കും. അത് കാണിക്കുന്ന രീതി ഇപ്പം കൊലപാതകം ഞാൻ കാണിക്കുമ്പോൾ കഴിയുന്നതും ഒത്തിരി ഇട്ട് വെട്ടി ഇത് ചെയ്യുന്ന അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടില്ല. അതിനെ ഒന്നെങ്കിൽ സിംബോളിക്കലായിട്ട് കാണിച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൂ. ഇതെല്ലാം പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇത് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം ലിയോണയിൽ വരികയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇനി വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയിൽ അപ്പം അത് അധികം ലൗഡായിട്ടുള്ള ക്യാരക്ടറൊന്നും അല്ലെന്നല്ലേ പറഞ്ഞു. ഇപ്പം ലിയോണയെ സംബന്ധിച്ച് ഇതൊരു കംഫർട്ട് ക്യാരക്ടർ ആയിരുന്നോ, അത് അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ, അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരുന്നോ തോന്നിയത് കേട്ടപ്പം? കംഫർട്ടബിൾ തന്നെ. നമുക്ക് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ അറ്റ്മോസ്ഫിയർ യു ആർ വർക്കിംഗ് ഇൻ ഓൾസോ. അല്ലാതെ ചാലഞ്ചിങ് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു. വളരെ സാധാരണ ഒരു പോലീസുകാരിയുടെ ഒരു ക്യാരക്ടറാണ്. ഇതിനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇൻറ്റൻസിഫൈ ചെയ്യാം. നമുക്ക് ഇൻ ഡെപ്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ച് വി ക്യാൻ ആക്ട് ഇറ്റ് ഔട്ട് ഹൗ എവർ വി വാണ്ട്. പക്ഷെ പുറത്തേക്ക് ലൈക്ക് സിനിമയ്ക്ക് ഇതാണ് ഷീൽ ബി ഓൾവേസ് ലുക്ക്ഡ് അറ്റ് ആസ് ഒരു സാധാരണ പോലീസുകാരി. ആൻഡ് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് മൂപ്പർക്ക് എന്ന് തോന്നിയേക്കാം. അങ്ങനത്തെ ഇൻഡെപ്തേ ഉള്ളൂ. അല്ലാതെ ദർ ഇസ് നോ മറ്റേ ഒരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ ചിലപ്പോൾ ചാലഞ്ചിങ് ആയേനെ. ഫൈറ്റ് സീക്വൻസ് മാത്രമല്ല, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ക്യാരക്ടർ ഇതാകും. ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹൈറാർക്കിയുടെ ഒരു ഇതുണ്ട് അവിടെ. ഒരു പോലീസ് സീനിയർ ഉദ്യോഗസ്ഥൻ കാര്യം ചെയ്യുന്നു, അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് അതിന്റെ വഴിക്ക് വിട്ടേ പറ്റുള്ളൂ. പക്ഷെ ചില റിയാക്ഷൻസിലൂടെ പുള്ളിക്കാരത്തിന്റെ അഭിപ്രായ വ്യത്യാസം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ചെയ്യണം. കാരണം ഷീ ഈസ് സപ്പോസ് ടു ഒബേ ദ ഹെർ സീനിയർ.
പിന്നെ നമ്മളുടെ ഈ ഒരു കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് മെയിൻ 2 കാസ്റ്റ് ജോജി ചേട്ടനും ബിജു ചേട്ടനും. അപ്പം ഇവർ തമ്മിലുള്ള ഇവരുടെ ആക്ടിങ്ങിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മത്സരിച്ച് അഭിനയിച്ചതായിരിക്കാം. ഇത് നേരിട്ട് കണ്ടപ്പോൾ, അതായത് ഇപ്പം സ്ക്രിപ്റ്റ് ഡിനുവിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റിൽ എഴുതിയപ്പോൾ അത് നേരിട്ട് കാണുമ്പോഴും എന്തായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഇത് ഈ ഒരു അഭിനയം കാണുമ്പോഴും ഇത് രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച് കണ്ട സമയത്ത് ആ ഒരു ഞാൻ ആയിരുന്നു കണ്ട സമയത്ത് എനിക്ക് ലൈക്ക് എന്താ പറയാ, എനിക്കൊരു ഭയങ്കര കിക്ക് കിട്ടിയിരുന്നു. ആ കിക്ക് എനിക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ആ ഒരു കിക്ക് എനിക്ക് അത് ഓഡിയൻസിലും അത് കിട്ടും, ഇവർ തമ്മിൽ ആ മത്സരിച്ച് അഭിനയിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആ ഒരു ഇത് ഓഡിയൻസിലേക്ക് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം റീസെന്റ് മത്സരിച്ച് അഭിനയിക്കുമ്പോഴും അത് ലൗഡും അല്ല, അത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ്, ഒരാള് ചിലപ്പോൾ ഒരാള് ലൗഡ് ആവുന്ന സമയത്ത് ഒരാള് അങ്ങനെ ഒരു ഇപ്പം പല സിനിമകൾ ഇറങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ആസ് എ ഓഡിയൻസ് കണ്ടിട്ട് ഇറങ്ങുമ്പം ചില സിനിമകൾ ഒരു പസില് പോലാണ്. അതായത് നമ്മളത് ഒരുപാട് ചർച്ചകൾ വരും, ഒരുപാട് കോൺവെർസേഷൻസ് വരും. അതായത് അതിൻ്റെ ഇതിങ്ങനായിരുന്നു, അതങ്ങനായിരുന്നു. അപ്പം നമ്മളുടെ ഇടയിലൊരു കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങുമ്പം പ്രേക്ഷകർ നിങ്ങൾ ആക്ച്വലി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ വരുമോ, കോൺവെർസേഷൻസ് വരുമോ? ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലെറ്റ്സ് സീ, അത് വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അതിനകത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചിലപ്പോൾ ചോദിക്കണം എന്നല്ല, ചിലപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ചോദിക്കുമായിരിക്കും. അത് നോക്കാം. ഗോകുല് ഇനിയിപ്പം നമ്മളിപ്പം ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ആഗ്രഹം നേടി, അപ്പം നമ്മൾ ഇനി ആ സ്റ്റെപ്പിൽ നിന്നായിരിക്കും അടുത്തൊരാഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇനി അടുത്തൊരു ആഗ്രഹം എന്താണ്? അതായത് ഇനി എന്താ ഒരു ഷാറൂഖ് ഖാൻ, അതിൽ കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തലമുടി നീട്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത എങ്ങനത്തെ മൂവീസ് ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാ ആക്ടേഴ്സിനും എനിക്ക് തോന്നുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അത് കുറെ അധികം നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ, എല്ലാ ആക്ടേഴ്സും, ഞാൻ കണ്ട എല്ലാ ആക്ടേഴ്സിനും ആ ഒരു ആർത്തിയുണ്ട്. ആ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളതാ ഇവിടെ ഇരിക്കുന്ന ചേച്ചിക്ക് വരണ്ട്, വരേന്നല്ല ഉണ്ട്. അപ്പോ ഒരുപാട് കുറെ കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട്. കുറെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന, ഓഡിയൻസിന്റെ അടുത്ത് നെഞ്ചിൽ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സും ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞാൻ സിനിമ കാണുന്ന പോലെ എനിക്ക് എല്ലാ യോണേഴ്സും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അഭിനയിക്കാനും എല്ലാ യോണേഴ്സും ഇഷ്ടമാണ്. ഇപ്പം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തേതിലും അപേക്ഷിച്ച് നോക്കുമ്പം സിനിമയിൽ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ ഒരു കണ്ണിൽ പെടാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട്. അപ്പം ഗോകുലിനെ സംബന്ധിച്ച് ഒരു കറക്റ്റ് ടൈമിൽ എത്തിപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ സിനിമയിൽ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എക്സ്പോഷർ കൂടുതലാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കോമ്പറ്റീഷനും കൂടുതലാണ്. എക്സ്പോഷർ കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പേ, ഒരു 30 വർഷം മുമ്പേ ഒക്കെ കുറച്ച് നടന്മാരൊക്കെ നമ്മളെ എല്ലാ സിനിമകളിലും കാണുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ഒരുപാട് കോമ്പറ്റീഷൻ കൂടുതലാണ്. എനിക്കൊന്ന് എളുപ്പമല്ല, കുറച്ചും കൂടി ഹാർഡ് ആവാണ് എനിക്ക് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കോമ്പറ്റീഷനും. അപ്പൊ അതിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല പണിയെടുക്കേണ്ടി വരും. പണിയെടുക്കണം.